ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് ഈ കളിയൊക്കെ ഒന്ന് കാണാം. വമ്പനെ ഞാൻ വീഴ്ത്തിയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഫിറോസും സജനയും തമ്മിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സാധാരണ ഇത്തര കുടുംബ വഴക്കുകളിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ വലിയ പാടാണ്. എന്നാൽ ഫിറോസ് ഇപ്പോൾ പുറത്തുവിട്ട കുറച്ച് തെളിവുകളും അതുപോലെ ഫോൺ റെക്കോർഡിംഗ് ഒക്കെ അത് കേൾക്കുമ്പോഴുണ്ടല്ലോ, അതിലൊരു വ്യക്തമായിട്ടുള്ള പാറ്റേൺ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. വെറുമൊരു ഈഗയുടെ പുറത്തുള്ള ഒരു വഴക്കല്ല ഇത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ചില അജണ്ടകളുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഫിറോസിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണും. പുള്ളി രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ. ഒരു 33 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. അതില് വോയിസ് റെക്കോർഡിംഗ് സഹിതമുണ്ട്. നമുക്കറിയാലോ, ഇപ്പൊ ഫിറോസ് പല തെളിവുകളും പുറത്തു വിട്ടതോടുകൂടി തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകുന്നത്, അല്ലെ? അതില് നമുക്കിപ്പോ ആ വീഡിയോ ഞാൻ വീണ്ടും എടുത്തിടേണ്ട ആവശ്യമില്ല. ഓഡിയോ റെക്കോർഡ് കേട്ടവർ കാണും, കേൾക്കാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ പോയാൽ അത് നല്ല ഫുൾ ലോങ് വീഡിയോ ആണ്. അതില് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഉണ്ട്, ഓഡിയോ റെക്കോർഡിംഗ് സഹിതമുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ വിവാദവും കുഞ്ഞിന്റെ കാര്യമൊക്കെ അതിൽ മെയിൻലി പറയുന്നുണ്ട്. അതായത് സജനയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു ആരോപണമാണ് ഫിറോസ് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി എന്നതായിരുന്നു. നമ്മള് പൊതുവെ ഇത്തരം ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വികാരഭരിതരാകുമല്ലേ, ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പക്ഷെ ഫിറോസ് പുറത്തുവിട്ട ആ ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. കുഞ്ഞിന് വേണ്ടിയിട്ട് ലണ്ടനിൽ നിന്നും UAE നിന്നും ഒക്കെ ഫിറോസ് മെഡിസിൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന ഒരു ഭർത്താവ് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് കെയറിംഗ് മെഡിസിൻ ഒക്കെ എത്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കില്ലേ? അവിടെയാണ് സജനയുടെ ആരോപണങ്ങളുടെ വിശ്വാസ്യത ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുള്ളറ്റ് ബൈക്കിന് പിന്നാലെയുള്ള ഒരു സൈക്കോളജിയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി ഒന്നായിരുന്നു ആ ഒരു ബുള്ളറ്റ് വിവാദം. സജനയുടെ പൈസയ്ക്ക് വാങ്ങിയ വണ്ടി ഫിറോസ് തട്ടിയെടുത്തു എന്നായിരുന്നു അതിലെ നെറേറ്റീവ്. എന്നാൽ ഫിറോസ് ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. വണ്ടി എടുത്തത് അവന്റെ ബർത്ത്ഡേക്കാണ്, പക്ഷെ അവന് സിവിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ട് തന്നെ സജനയുടെ പേരിലാണ് അത് എടുത്തത്. സജന കൊടുത്തത് വെറും 10,000 രൂപ മാത്രമാണെന്ന് അതിൽ വ്യക്തമായിട്ട് ഫിറോസ് പറയുന്നുണ്ട്. ബാക്കി ലോൺ മുഴുവൻ അടച്ചതും ഒടുവിൽ ജപ്തി വരുമ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടി എടുത്തതൊക്കെ ഫിറോസ് തന്നെയാണ്. ശരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം അതിന്റെ മുഴുവൻ അവകാശിയും താനാണെന്ന് വാദിക്കുന്നതിൽ ഒരു തരം മാനിപ്പുലേഷൻ സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ ഇതിൽ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 25 ലക്ഷത്തിന്റെ കടവും ആ ഒരു വീടുമാണ് കേട്ടോ. 5 സെന്റ് സ്ഥലവും വീടും. അതിൽ 85% പൈസയും ഫിറോസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ലോൺ അടയ്ക്കാതെ ഇപ്പോഴത് 25 ലക്ഷത്തിന്റെ ബാധ്യതയായിട്ട് ജപ്തിയുടെ വക്കീലാണ്. അതില് ഫിറോസ് ഒരു നല്ല ഓഫർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ലോൺ ബാക്കി ഫിറോസ് അടച്ചു തീർക്കാം, പകരം ആ വീട് അവരുടെ മകന്റെ പേരിൽ എഴുതി വെക്കണം. അതായത് സജനയുടെയും ഫിറോസിന്റെയും മകനാണ്, അപ്പൊ അവരുടെ മകന്റെ പേരിൽ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാവി നോക്കുന്ന ഏതൊരു അമ്മയും ഇത് സമ്മതിക്കേണ്ടതാണ്. പകരം സജന ഇതിനെ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? അവിടെയാണ് അവരുടെ ലക്ഷ്യം കുഞ്ഞിന്റെ സുരക്ഷിതത്വമല്ല എന്ന് മനസ്സിലാവുന്നത്. അതായത് ഫിറോസിനെ സാമ്പത്തികമായിട്ട് തകർക്കുക എന്നത് മാത്രമാണ് എന്നുള്ള ഫിറോസിന്റെ വാദമാണ് ഇവിടെ ശക്തമാകുന്നത്. ഇനി ഈ ഒരു കേസിൽ ഏറ്റവും വലിയ തെളിവ് ഫിറോസ് പുറത്തുവിട്ടത് ആ ഒരു ഫോൺ റെക്കോർഡിംഗ് തന്നെയാണ് കേട്ടോ. അതായത് സജന വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് 3 CR വേണം എന്നുള്ളത്. അതായത് 3 കോടി രൂപ. പൈസ തന്നാൽ ഞാൻ ഒഴിഞ്ഞു തരാം, എന്റെ അഭിമാന പ്രശ്നമല്ല ഇത് എന്നൊക്കെ ആ ഒരൊറ്റ ഡയലോഗ് അത് അനലൈസ് ചെയ്താൽ തന്നെ ഈ കേസിലെ എല്ലാ ഡ്രാമകളുടെയും മറുപടി നമുക്ക് കിട്ടും. അതായത് ഗാർഹിക പീഡനവും അബോർഷൻ കഥകളും ഒക്കെ വെറുമൊരു പുകമറ മാത്രമാണെന്ന്, യഥാർത്ഥ ലക്ഷ്യം വലിയൊരു തുക ബ്ലാക്ക്മെയിൽ ചെയ്ത് വാങ്ങുക എന്നതാണെന്നുള്ളത് ഈ ഒരു ഓഡിയോ കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. പിന്നെ പറയുന്ന കാര്യമാണ് പോക്സോ കേസ് എന്നുള്ള ക്രൂരത. അതായത് ഫിറോസിനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് അവന്റെ മകളുടെ പ്രായമുള്ള കുട്ടികളെ വിളിച്ച് വ്യാജ ഓഡിയോ ഉണ്ടാക്കാൻ സജന ശ്രമിച്ചു എന്നതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭയം തോന്നൂലേ? ഭാഗ്യത്തിന് ആ കുട്ടികൾ ഫോൺ റെക്കോർഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ചതി പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ചൊന്ന് നോക്കി, നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന ആ ഒരു പ്രൊട്ടക്ഷനെ എത്ര ക്രൂരമായാണ് ഇവിടെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതെന്ന്. ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട് തീർക്കാനുള്ള ഒരു ക്രിമിനൽ ബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്.
എന്തായാലും ഈ ഒരു ഓഡിയോ കേട്ട് എല്ലാവർക്കും വിശദമായിട്ടുള്ള വിശദീകരണം തന്നെ കിട്ടിക്കാണും. എങ്ങനെ നമ്മൾ സജനയുടെ കേസിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഫിറോസ് തന്റെ ചാനലിലൂടെ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിങ്ങിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ തന്നെ പൊതുവായിട്ടുള്ള ചിന്താഗതിയും പ്രതികരണങ്ങളൊക്കെ വളരെ സങ്കീർണവുമാണ്. എന്നാൽ വ്യക്തമായിട്ടുള്ള ചില മാറ്റങ്ങളും ഇതിൽ പ്രകടമാകുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഇത്തരം കുടുംബ വഴക്കുകളിൽ ആളുകൾ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനങ്ങൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതിൽ നിന്ന് ചില പോയിന്റുകൾ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വശം മാത്രം കേട്ട് ജഡ്ജ് ചെയ്യരുത് എന്നുള്ള ചിന്താഗതി. പണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ആരോപണം ഉയർന്നാൽ പെട്ടെന്ന് തന്നെ ആരോപണം ഉന്നയിച്ച വ്യക്തികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് മാത്രം നിന്ന് മറുഭാഗത്ത് ക്രൂശിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനങ്ങളെ കുറച്ചുകൂടി ബോധവാന്മാരാണ്. രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വീഡിയോകളും തെളിവുകളും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്നുള്ള രീതിയിലേക്ക് വലിയൊരു ഭാഗം തന്നെ ഇപ്പോ അങ്ങനത്തെ ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഡിജിറ്റൽ തെളിവുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, അതായത് വെറും വാക്കുകളെക്കാൾ ഉപരി ഫോൺ റെക്കോർഡിങ്ങുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ സമൂഹം അതിനെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. ഈ കേസിലെ 3 കോടി രൂപയുടെ ഡിമാൻഡ് ഒക്കെ അടങ്ങുന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ പുറത്തു വന്നപ്പോൾ ഫിറോസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറേയേറെ ആളുകളും ഉണ്ടായി. പിന്നെയുള്ള ഒരു കാര്യം നിയമ ദുരുപയോഗത്തെ കുറിച്ചുള്ള ആശങ്കയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് രാജ്യമുണ്ടാക്കിയിട്ടുള്ള ഗാർഹിക പീഡന നിയമങ്ങളും അതുപോലെ പോക്സോ പോലുള്ള കടുത്ത നിയമങ്ങളും ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാനും പണം തട്ടിയെടുക്കാനുമുള്ള ആയുധങ്ങളാക്കി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള വലിയൊരു ആശങ്കയും ചർച്ചയും സമൂഹത്തിൽ, പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിൽ നിയമവൃത്തങ്ങളിലൊക്കെ ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. നിരപരാധികളായ മനുഷ്യർ ഇത്തരം കള്ളക്കേസുകളിൽ കുടുങ്ങി ജീവിതം തകർന്നു പോകുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ സുരക്ഷിതത്വവും ഭാവിയും, അതായത് മാതാപിതാക്കൾ പരസ്പരം ചെളിമാരി എറിയുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് വലിയൊരു ഭാഗം ആളുകൾ ആശങ്കപ്പെടുന്നുണ്ട്. ഏത് തർക്കത്തിലായാലും കുഞ്ഞിന്റെ ഭാവിക്ക് പ്രാധാന്യം നൽകാതെ പണത്തിനും ഈഗോയ്ക്കും വേണ്ടി മാത്രം കളിക്കുന്ന നിലപാടുകളോട് സമൂഹത്തിന് പൊതുവെ കടുത്ത വിയോജിപ്പാണുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയ ട്രയലുകളോടുള്ള മടുപ്പ്, അതായത് കുടുംബ പ്രശ്നങ്ങൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ തീർക്കുന്നതിന് പകരം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന് ലൈവ് ഇട്ട് അത് വീഡിയോകൾ ചെയ്തും പരസ്പരം നാണം കെടുത്തുന്ന ഈ രീതി പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതാണോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. എങ്കിലും ഒരു വ്യക്തിയെ കള്ളക്കഥകളിലൂടെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ നോക്കുമ്പോൾ സ്വയം പ്രതിരോധിക്കാൻ മറ്റു വഴികളില്ലാതെയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതെന്ന് ഫിറോസിന്റെ വാദത്തെയും പലരും പിന്തുണയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സജനയുടെ ഭാഗത്തു നിന്ന് ആദ്യം ഉയർന്ന ഇരവാദം ഫിറോസ് തെളിവുകൾ സഹിതം പുറത്തുവിട്ട് ആ ഒരു വീഡിയോയോടുകൂടി തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും പണത്തിന് വേണ്ടിയിട്ടുള്ള മാനിപ്പുലേഷനുകൾക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരെയും ഫിറോസിന് അനുകൂലമായിട്ട് വലിയൊരു ജനപിന്തുണ ഇപ്പോൾ സോഷ്യൽ മീഡിയ കമന്റുകളിലും ചർച്ചകളിലും ഇപ്പോൾ ദൃശ്യമാകുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് ഇത് വെറും ഒരു ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ കുടുംബ വഴക്കല്ല, മറിച്ച് ഒരാളെ കരിയർ പരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായും വ്യക്തിപരമായിട്ടും എങ്ങനെ ഇല്ലാതാക്കാം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു മാനിപ്പുലേഷൻ ഡ്രാമയാണിത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതത്തിനു വേണ്ടി നമ്മുടെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗാർഹിക പീഡന കേസുകളും അതുപോലെ പോക്സോ പോലുള്ള കടുത്ത വകുപ്പുകളും പണം തട്ടിയെടുക്കാനും വ്യക്തി വൈരാഗ്യം തീർക്കാനും വേണ്ടി ചിലർ എത്ര ക്രൂരമായിട്ടാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് അതിനൊരു ഉദാഹരണം തന്നെയാണിത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഫിറോസ് ഇന്ന് കള്ളക്കേസിൽ കുടുങ്ങാതെ തെളിവുകളോടെ പുറത്തു നിൽക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആരാദ്യം കരയുന്നവോ അവരാണ് ഇര, അവരാണ് ശരി എന്നുള്ള ചിന്താഗതി ജനങ്ങൾക്ക് മാറിക്കഴിഞ്ഞു. വെറും ഇരവാദം ഇറക്കിയ ആളുകളെ പറ്റിക്കാൻ നോക്കിയ സജനയുടെ തനിനിറം 3 കോടി രൂപയുടെ ആ ഒരു ഫോൺ റെക്കോർഡിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. വണ്ടി തട്ടിയെടുത്തു, വീട് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ കഥകളുടെ പിന്നിലെല്ലാം പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് തെളിവുകളും സംസാരിക്കുന്നു. പിന്നെ എല്ലാം മോന്റെ പേരിൽ എഴുതി വെക്കാം, കടം ഞാൻ വീട്ടാം എന്ന് ഫിറോസ് പറഞ്ഞിട്ടും അതിന് തയ്യാറാകാത്തവർ എങ്ങനെയാണ് ഒരു നല്ല അമ്മയാകുന്നത്? സ്വന്തം ഈഗോയ്ക്കും പണത്തിനും വേണ്ടി കുഞ്ഞിന്റെ ഭാവിയെ പോലും പണയം വെക്കുന്ന നിലപാടുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ഒരു വശത്തെ കരച്ചിൽ മാത്രം കണ്ട് ആരെയും വേട്ടയാടാൻ ഇറങ്ങരുത് എന്ന് ഈ ഒരു സംഭവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഫിറോസ് പുറത്തുവിട്ട തെളിവുകൾ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നത് തന്നെയാണ്. ഇവിടെ ജയവും തോൽവിയൊന്നുമല്ല, ഒരു മനുഷ്യന്റെ ജീവനും അന്തസ്സും നിലനിർത്താനുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എന്താണ്? ഫിറോസ് പുറത്തുവിട്ട ഈ തെളിവുകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.